കഞ്ചാവ് ഉപയോഗിച്ചു, നിങ്ങൾ ഉപയോഗിക്കില്ലേ എന്ന തരത്തിലുള്ള മറു ചോദ്യങ്ങൾ ചോദിച്ച് വളരെ ലാഘവത്തോടെ ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, ഞങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം എന്താണ് എന്ന രീതിയിൽ വളരെ ലാഘവത്തോടെയാണ് ഇവരെല്ലാവരും കാണുന്നത്. നമ്മൾ ഷൈൻ ടോം ചാക്കോയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയത്തും ഇത്തരത്തിലുള്ള ധാരാളം കമന്റുകൾ നമ്മൾ കേട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ എന്നായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ. അപ്പോൾ ഇവരെല്ലാവരും വളരെ സ്വാഭാവികമായിട്ടാണ് ഇതിനെ കാണുന്നത്. കഞ്ചാവല്ലേ, അതെല്ലാവരും ഉപയോഗിക്കില്ലേ എന്നുള്ളത്. പക്ഷേ ഇവരൊക്കെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഈ പ്രമുഖ സംവിധായകരായിക്കോട്ടെ, നടന്മാരായിക്കോട്ടെ, ഇവരൊന്നും സാധാരണക്കാരെ പോലെ ഉള്ളവരല്ല. സമൂഹത്തിൽ യുവാക്കളെ ഏറെ സ്വാധീനിക്കുന്ന ആളുകളാണ് ഇവര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ അരുൺ പറഞ്ഞതുപോലെ വളരെ ലാഘവത്തോടെ ഒരു കൂസലുമില്ലാതെ ഇറങ്ങി വരുമ്പോൾ കേസൊക്കെ ഇത്രയല്ലേ ഉള്ളൂ, ജാമ്യം കിട്ടുന്നതല്ലേ എന്നൊരു ലാഘവമാണ് ഇവർക്കുള്ളത്. അപ്പൊ അത് സിനിമാ മേഖലയെ, സമൂഹത്തെ അങ്ങേയറ്റം ബാധിക്കുന്ന, യുവാക്കളെ അങ്ങേയറ്റം ബാധിക്കുന്ന ഒരു മെസ്സേജാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ കേസുകൾ വരുന്നു. ഇപ്പോഴും പലയിടങ്ങളിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടാകും. അപ്പോൾ അരുൺ, ഈ ഒരു രീതി ആളുകളുടെ എന്തും സംഭവിക്കും, ഇത്രയൊക്കെയല്ലേ സംഭവിക്കുകയുള്ളൂ എന്നൊരു ലാഘവം വീണ്ടും ഇത്തരത്തിൽ ഈ സംവിധായകരെ ആയിക്കോട്ടെ, നടന്മാരെ ആയിക്കോട്ടെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അതുതന്നെയാണ്. കാരണം നേരത്തെ തന്നെ സിനിമാ മേഖലയെ ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കെതിരെ ലഹരി ഉപയോഗിച്ചതിന് കേസ് വന്നിരുന്നു. ഈ അടുത്ത കാലത്താണ് ഒരു സ്റ്റണ്ട് മാസ്റ്ററുടെ കൈവശം നിന്ന് ഒരു ഡയറി, ഒരു ഡിക്ഷണറിയിൽ ലഹരി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൈവശം നിന്ന് പിടിച്ചു. ഷൈൻ ടോം ചാക്കോ നേരത്തെ കൊക്കൈൻ കേസിൽ പിടിയിലായതാണ്. പിന്നീട് കോടതി വെറുതെ വിട്ടു. ആ കോടതി വെറുതെ വിട്ടത് എന്തുകൊണ്ടാണെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മാത്രം പറയുന്നതല്ല, കേസുകളുണ്ട്. അതുമാത്രമല്ല, സിനിമാ മേഖലയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന നിർമ്മാതാക്കൾ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ കേസ് വന്നപ്പോൾ ഈ ശ്രീനാഥ് ബാസി ലഹരി ആവശ്യപ്പെട്ടതായിട്ടൊരു നിർമ്മാതാവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതി ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയ്ക്കും ലഹരി നൽകിയിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ലഹരി ഉപയോഗം സിനിമാ മേഖലയിൽ സാധാരണമായി മാറി എന്നതാണ്. എല്ലാവരും ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ ഒരു വിഭാഗം ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ സംഘടനകൾ ഗൗരവത്തോടെ കണ്ടിരുന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ കൊച്ചി കമ്മീഷണറായിരുന്ന കെ സേതുരാമൻ ഈ സിനിമാ സെറ്റുകളിൽ പരിശോധന വേണമെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ സിനിമാ സംഘടനകൾ അതിനോട് നേരായ രീതിയിൽ പ്രതികരിച്ചിരുന്നില്ല. സിനിമയുടെ പ്രൊഡക്ഷനെ ബാധിക്കുമെന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ തീർച്ചയായും ഇപ്പോൾ കേസുകൾ വരുമ്പോൾ അവർ തന്നെ പ്രതിരോധത്തിൽ പോവുകയും കഴിഞ്ഞ ദിവസം ഫെഫ്ക തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. നിർമ്മാതാക്കൾ സംഘടന പറയുന്നത് ഇനി ഒരു കാരണവശാലും സിനിമാ സെറ്റുകളിൽ ലഹരി വെച്ച് പൊറിപ്പിക്കില്ല എന്നുള്ളതാണ്. ഇവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായമെന്ന് പറയുന്നത് സമൂഹത്തിൽ എല്ലാമുള്ള പ്രശ്നമാണിത്. സമൂഹത്തിലെ ഒന്നാകെ വ്യാപിച്ചിട്ടുള്ളതാണ് ലഹരി, അത് ഞങ്ങളിലുമുണ്ട് എന്ന രീതിയിലൊരു ലളിതവൽക്കരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ലളിതവൽക്കരണം അല്ല നടത്തേണ്ടത്. സമൂഹത്തെ ബാധിച്ച വിഷയം ഞങ്ങൾക്കുമുണ്ട്, പക്ഷേ ഞങ്ങൾ ആ വിപത്തിനെ നേരിടാൻ തയ്യാറാണ് എന്നുകൂടി അവർക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പറയേണ്ടതായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായില്ല. എന്തായാലും ഇത്തരം കേസുകൾ വരുമ്പോൾ എക്സൈസും പോലീസും കർശനമായി റെയ്ഡുകൾ നടത്തുകയും അത് എവിടെയാണെങ്കിലും റെയ്ഡ് നടത്തുകയും അവരെയൊക്കെ പിടികൂടുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെടുക കൂടി വേണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ നമുക്കറിയാം, ഈ ഷൈൻ്റെ കേസ് വന്നപ്പോൾ തന്നെ എം.പി. രാജേഷ് അടക്കമുള്ള മന്ത്രിമാർ പറഞ്ഞിരുന്നു, മുഖം നോക്കാതെ ആയിരിക്കും ഇനി നടപടി എടുക്കുക, ആരാണ് എന്ന് നോക്കില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിന് അഭിമാനിക്കാവുന്ന ഒരു പ്രശംസ അർഹിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ ലഹരിവേട്ട തുടരുകയാണ്. അതിലിപ്പോൾ പ്രമുഖ സംവിധായകരാണ് പിടിയിലായിരിക്കുന്നത്. അപ്പോൾ ഈ സ്വാഭാവികമായും ഉയർന്നൊരു ചോദ്യമാണ്, എങ്ങനെ ഇവരിലേക്ക് ലഹരി എത്തുന്നു എന്നുള്ളത്. ഇടനിലക്കാർ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളത്. ഷൈൻ ടോം ചാക്കോയുടെ സമയത്ത് തന്നെ ഷൈൻ ടോം പറഞ്ഞിരുന്നു, ഞാൻ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നത് സിനിമയിൽ എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ആരാണ് ഈ ലഹരി എത്തിക്കുന്നത്? ഈ ഇടനിലക്കാരൻ ആരാണ്? ഇപ്പോൾ ഈ കേസിൽ തന്നെ ഷാലിഫ് മുഹമ്മദ് എന്നൊരു ആളാണ് ഇവർക്ക് ലഹരി എത്തിച്ചു കൊടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. അയാളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? ഇതിന്റെ വേരുകൾ എവിടെയാണ് എന്നത് അന്വേഷണ സംഘം തേടുന്നുണ്ടോ? അഷ്റഫ് ഹംസ, ഖാലിദ് റഹ്മാൻ എന്നിവരോടൊപ്പം തന്നെ മൂന്നാമതൊരാൾ കൂടി പിടിയിലായിരുന്നു. അയാൾ അറസ്റ്റ് ചെയ്തിരുന്നു. ഷാലിഫ് മുഹമ്മദ് എന്ന ആളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കൊച്ചിയിൽ ഒരു ബിസിനസ് നടത്തുന്നു എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നേരത്തെ വിദേശത്തായിരുന്നു, അതിനുശേഷം ഇവിടെ വന്നൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു എന്നതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഇയാളാണ്
ഹൈബ്രിഡ് കഞ്ചാവ് ഇടനിലക്കാരിൽ നിന്ന് വാങ്ങിയത് എന്നതാണ് പറയുന്നത്. ഒരു യുവാവിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിയത്. ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാളിലേക്ക് ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസ് ഇത്തരം കേസുകളിൽ അത് ഉപയോഗിക്കുന്നവർക്കെതിരെ കേസ് എടുത്ത് അതിൻ്റെ നടപടിക്രമം പൂർത്തിയാവുന്നതോടുകൂടി കേസുകൾ അവസാനിപ്പിക്കരുത്. അതിന് മുന്നോട്ട് പോകണം. ഇതിൻ്റെ കണ്ണികളെ കണ്ടെത്തി അവ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ ഈ ലഹരി വ്യാപനം തടയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇവർ രണ്ടുപേരും പിടിയിലായി. പക്ഷേ മറ്റു ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്കും കൂടെ ലഹരി എത്തുന്നത് തടയേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കണ്ണികളെ കണ്ടെത്തി അവ കൃത്യമായി മുറിച്ച് മാറ്റേണ്ടതുണ്ട്. അതിനുകൂടി അന്വേഷണ ഏജൻസികളായ പോലീസാണെങ്കിലും എക്സൈസ് ആണെങ്കിലും ശ്രമിക്കണം. അത്തരത്തിലുള്ള ശ്രമങ്ങളുമാണ്. ഈ കേസിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളുമായിട്ട് എക്സൈസ് സംഘം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ആ കണ്ണികൾ മുറിച്ച് മാറ്റിയാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് ലഹരി എത്തുന്നത്, കേരളത്തിലേക്ക് ലഹരി എത്തുന്നത് തടയാൻ കഴിയുള്ളൂ. പലപ്പോഴും നമുക്കറിയാവുന്നത് കേരളത്തിലേക്ക് ലഹരി എത്തുന്നത് പുറത്തു നിന്നാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ അവ കൃത്യമായിട്ട് കണ്ടെത്തി ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ലഹരി വ്യാപനം പൂർണ്ണമായിട്ട് നമുക്ക് തടയാൻ കഴിയുകയുള്ളൂ. എന്തായാലും സിനിമാ മേഖലയിലെ ലഹരി വ്യാപനം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് ഓരോ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം 2 സംവിധായകരാണ് അറസ്റ്റിലായത്. ഒരിക്കലും അവരെന്ന് പറയുന്നത് അവരുടെ കഴിവ് അവർ തെളിയിച്ചാണ്. മികച്ച പ്രതിഭയുള്ള സംവിധായകരാണ്. ഇപ്പോൾ ഖാലിദ് റഹ്മാനെ ആലപ്പുഴ ജിംഖാന നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു മുൻപ് അദ്ദേഹം എടുത്ത സിനിമ തല്ലുമാലയാണ്. അങ്ങനെയൊക്കെയുള്ള മികച്ച ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ആളാണ്. അപ്പോൾ അവർക്കൊന്നും ഒരു പ്രതിഭാദാരിദ്ര്യമുള്ള ആളുകളൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിന് നല്ല മാതൃകകളാണ് ആകേണ്ടത്. അവർക്ക് മറ്റു പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാകാം. അങ്ങനെ മാതൃകയാകാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ നിങ്ങൾ സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇറക്കുന്ന ഒരു സിനിമ ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാരണം അവരെങ്കിലും വഴിതെറ്റാതിരിക്കണം. നിങ്ങൾ ആ ഒരു മനോഭാവമെങ്കിലും അവർ തീർച്ചയായിട്ടും കാരണം വലിയൊരു മീഡിയമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയ്ക്ക് പിന്നിലുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഈ യുവാക്കളെ, സമൂഹത്തെ ഒന്നാകെ സ്വാധീനിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ അവർക്ക് മാതൃകയാവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതൊക്കെ അവരുടെ പക്ഷമെന്ന് ചിന്തിച്ചാൽ കൂടി സിനിമ എന്നൊരു വലിയ മാധ്യമത്തെ സമൂഹത്തിന് മുന്നിൽ തുറന്നിടുമ്പോൾ അതിന്റെ സംവിധായകർ, അതിന്റെ തിരക്കഥാകൃത്തുകൾ അല്ലെങ്കിൽ നടന്മാർ, ഇതൊക്കെ സമൂഹം ഉറ്റുനോക്കുന്ന ആളുകളാണ്. അവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി പെരുമാറുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അവർ ആ വാദത്തെ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ് അരുൺ. കാരണം ഈ സംവിധായകൻ ഖാലിദ് റഹ്മാൻ, അതേപോലെ അഷ്റഫ് ഹംസ, ഇവരെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇവർ നേരത്തെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരാണോ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഏകദേശം വർഷങ്ങളായി തന്നെ 5 വർഷത്തോളമായി തന്നെ ഇവർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസ് സംഘം പറയുന്നത്. അവർ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തുടർച്ചയായിട്ട് തന്നെ ലഹരി ഉപയോഗിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരം കേന്ദ്രങ്ങൾ, ഈ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള ഇത്തരം ഫ്ലാറ്റുകൾ ഇതിൻ്റെ ലഹരി കേന്ദ്രങ്ങളായി മാറുന്നു. ഇപ്പോൾ ഈ 2 സംവിധായകരെ പിടിച്ച ഗോശ്രീപാലത്തെ സമയത്തെ ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഈ ഫ്ലാറ്റിൽ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസ് സംഘം പറയുന്നത്. അതിനനുസരിച്ചുള്ള സൂചനകളും തെളിവുകളും ഒക്കെ തന്നെ ആ ഫ്ലാറ്റിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നു. സമീർ താഹിർ എന്ന് പറയുന്ന പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകൻ്റെയും പേരിലാണ് ആ ഫ്ലാറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ സ്ഥിരമായ ആളുകൾ സിനിമാ ചർച്ചകൾക്കൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. അതിനിടയിൽ ലഹരി ഉപയോഗവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസ് സംഘം നൽകുന്ന വിവരത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അത്തരം കേന്ദ്രങ്ങൾ കൂടി കൃത്യമായി കണ്ടെത്തി അവിടെ പരിശോധന കർശനമാക്കണം. അവരുടെ തൊഴിലിനെ തടസ്സപ്പെടുത്താൻ ഒരു സംവിധാനവും ആഗ്രഹിക്കുന്നില്ല. സിനിമകൾ കൃത്യമായിട്ട് മികച്ച സിനിമകൾ ഉണ്ടാകണം, അത് മികച്ച വിജയം നേടണം എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്, 100 കണക്കിന് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അതിനെ ഒന്നും തകർക്കുക എന്നുള്ളതല്ല. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേദിയാകരുത് എന്നുള്ളതാണ് ഈ ഏജൻസികളൊക്കെ നിലപാട്. അതോടൊപ്പം തന്നെ സമൂഹവും അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനുകൂടി വേണ്ട ഒരു ഇടപെടൽ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതായത് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള ഫ്ലാറ്റുകൾ ഒരു ലഹരി ഉപയോഗ കേന്ദ്രങ്ങളായിട്ട് മാറരുത്. അങ്ങനെ മാറിയ ഒരു സംഭവമാണ് ഈ ഗോശ്രീപാലത്തിലെ ഗ്രാൻഡ് ബേ എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഒരു ഫ്ലാറ്റിൽ നമ്മൾ കണ്ടത്. എന്തായാലും അത് സംബന്ധിച്ചും പോലീസും എക്സൈസും ജാഗ്രത പുലർത്തുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള അത്തരം സംഭവങ്ങൾ അമർച്ച ചെയ്തതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.